ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കാറൊക്കെ ആയില്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞാൽ കുട്ടികൾക്കും വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അളവിലാണ് ചെറുപയർ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കുതിർത്ത് വെച്ചതൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു മൂടി തേങ്ങയാണ് ഇവിടെ ചിരവി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കട്ട വെല്ലമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടെ അധികം മധുരം വേണ്ട, അപ്പോൾ അതുകൊണ്ടാണ് ഒരു കട്ട ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ് ചെറുപയറിന് ഒരു കട്ട വെല്ലം, ആ ലെവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെറുപയർ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. എന്നതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിലിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മുടെ ചെറുപയർ. ഇങ്ങനെയാണെങ്കിലും ആയി കിട്ടും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ എന്താണെങ്കിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആവറേജ് 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോ കുക്കറിനും അതിൻ്റേതായ രീതിയിലാണ് കേട്ടോ വേവൊക്കെ. ചിലത് ഒരു വിസിൽ മതിയാവും, ചിലതിൽ 2 വേണ്ടി വരും. ഇപ്പോൾ എന്താണ് ഞാൻ 2 വിസിൽ എടുക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ചെറുപയറിന്. ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിലെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. വിസിലൊക്കെ പോയിട്ടുണ്ട്, എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്താ നമ്മുടെ ചെറുപയർ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഞാൻ കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർക്കുമ്പോൾ അത് കല്ലില്ലാത്ത വെള്ളമാവാനായിട്ടൊന്ന് പ്രത്യേകിച്ചൊന്ന് നോക്കുക. ജസ്റ്റ് ഒന്ന് തരിയൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് നമുക്ക് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്കത് വെള്ളത്തിന് സിറപ്പാക്കി ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ ഏലക്കായുടെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് ഒന്നുകൂടി ഇഷ്ടമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ കൂട്ടും കുറയ്ക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ അതൊന്നുമില്ല. കുറച്ച് ബദാമിൻ്റെ പീസ് ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലോട്ട് തേങ്ങയാണ് ചേർക്കാനുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. നമുക്കിത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കൂടെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.